ഇന്ന് ദേശീയ ബഹിരാകാശ ദിനമാണ്. 2019 ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 2 ദൗത്യം അവസാന ഘട്ടത്തിലെത്തി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിക്രം ലാൻഡർ ഇറങ്ങുന്ന ആ നിർണായക നിമിഷത്തിനായി ഇന്ത്യ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, വിഷയവിടം തത്സമയം കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ബംഗളൂരുവിലെ ഇസ്രോയുടെ മിഷൻ കൺട്രോൾ സെൻറ്ററിൽ എത്തിയിരുന്നു. പക്ഷേ അവസാന നിമിഷം ലാൻഡറുമായുള്ള ആശയവിനിമയം നമുക്ക് നഷ്ടപ്പെട്ടുപോയി. ദൗത്യം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞർ വലിയ നിരാശയിലായി. വർഷങ്ങളായി നടത്തിയ കഠിനാധ്വാനം വെറുതെയായത് അവരെ മാനസികമായി വല്ലാതെ തളർത്തി. അന്നത്തെ ISRO ചെയർമാൻ K. ശിവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നീട് രാജ്യം കണ്ടത് അസാധാരണമായൊരു കാഴ്ചയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവന്റെ അടുത്തേക്ക് ചെന്നു. ഒരു വാക്കുപോലും പറയാതെ മോദി ശിവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഒരു നേതാവ് തൻ്റെ ടീമിന് നൽകുന്ന സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും ആഴം വെളിവാക്കുന്നതായിരുന്നു ആ ധന്യ നിമിഷം. വിജയത്തിൽ മാത്രം കൂടെ നിൽക്കുന്നവരല്ല നേതാക്കളെന്ന് പറയുന്നത്. പരാജയത്തിൻ്റെ നിമിഷങ്ങളിൽ ടീമിനെ ചേർത്ത് പിടിച്ച് അവർക്ക് ആത്മവിശ്വാസം പകരുന്നതും വളരെ പ്രധാനമാണ്. അത് ടീമിൻ്റെ മനോവീര്യം വർദ്ധിപ്പിക്കും. ചന്ദ്രയാൻ 3 വിജയത്തിലേക്കുള്ള വഴിയിൽ ആ ആലിംഗനം ശാസ്ത്രജ്ഞന്മാർക്കും രാജ്യത്തിനും നൽകിയ മനക്കരുത്തും ആത്മവിശ്വാസവും ചെറുതല്ല. അത് പരാജയത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് വല്ലാതെ ആത്മവിശ്വാസം പകരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.